കോഴിക്കോട് ജില്ലയിലും മലയോര മേഖലയിൽ അതിശക്തമായ മഴയാണ്. പുതുപ്പാടിയിൽ മണൽവയൽ പാലത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. പുഴയിൽ ശക്തമായ മലവെള്ളപ്പാച്ചിലുണ്ടായി എന്നാണ് അറിയുന്നത്. സലാം മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. സലാം, കോഴിക്കോട് മലയോര പ്രദേശത്തും ഇപ്പോൾ താഴ്ന്ന പ്രദേശത്തുമൊക്കെ വലിയ മഴയാണ്. പക്ഷേ വലിയ നാശനഷ്ടങ്ങൾ മലയോര മേഖലയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എത്രത്തോളം ജാഗ്രത വേണം എന്നാണ്? അതിശക്തമായ മഴയാണ് കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയിൽ പെയ്യുന്നത്. പ്രധാനമായും താമരശ്ശേരി, പുതുപ്പാടി, അടിവാരം, കോടഞ്ചേരി മേഖലയിലാണ് ശക്തമായ മഴ പെയ്യുന്നത്. റോഡിലൊക്കെ തന്നെ വെള്ളം കയറിയ സാഹചര്യമാണുള്ളത്. പുതുപ്പാടിയിൽ മണൽവയൽ പുഴ എന്ന് പറയുന്ന പുഴയിൽ വെള്ളം കരകവിഞ്ഞതിനെ തുടർന്ന് പ്രദേശത്തൊക്കെ തന്നെ ഈ സമീപ വീടുകളിലേക്കൊക്കെ തന്നെ വെള്ളം കയറിയ സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ മണൽവയൽ പുഴയുടെ പാലം ഈ പുഴയുടെ കുറുകെ പോകുന്ന ഒരു പാലത്തിൽ വെള്ളം കയറി ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ച നിലയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ അധികൃതർ ഈ സമീപ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളോടൊക്കെ തന്നെ ജാഗ്രതാ മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ അപകടകരമായ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി നിൽക്കണമെന്ന നിർദ്ദേശം അധികൃതരുടെ ഭാഗത്തുനിന്നും നൽകിയിട്ടുണ്ട്. ഏതായാലും കോഴിക്കോട് ജില്ലയിൽ ആകമാനം വലിയ മഴ തന്നെയാണ് പെയ്യുന്നത്. ഏറ്റവും ശക്തിയായി പെയ്യുന്നത് കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയിലാണ്. ഈ പുതുപ്പാടി, കോടഞ്ചേരി, താമരശ്ശേരി മേഖലയിലാണ് വലിയ മഴ പെയ്യുന്നത്. ഈ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള മണ്ണിടിച്ചിൽ അതുപോലെയുള്ള അപകടകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ള മുന്നറിയിപ്പാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് ഒരു സാഹചര്യം ഉണ്ടായാൽ മാറി നിൽക്കണമെന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ഏതായാലും ശക്തമായ മഴ തന്നെയാണ് ജില്ലയിൽ ആകമാനം പെയ്യുന്നത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണുള്ളത്. അത് ശരിവെക്കുന്ന തരത്തിൽ വലിയ മഴ തന്നെയാണ് കോഴിക്കോട് ജില്ലയുടെ വിവിധ മേഖലയിൽ പെയ്യുന്നത്. ഏറ്റവും ശക്തിയായി പെയ്യുന്നത് മലയോര മേഖലയിലാണ്. ധന്യ.